ആകാശത്ത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത് ഒരു യുദ്ധവിമാന സ്ക്വാഡ്രോൺ അല്ല, മിസൈൽ മഴയുമല്ല, മറിച്ച് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ മാത്രം കാണാറുള്ള ഒരു ജെല്ലി ഫിഷിനെ പോലെ രൂപമെടുത്ത ഒരു വിചിത്ര വസ്തു. എന്നാൽ അത് സമുദ്രത്തിലല്ല, ആയിരക്കണക്കിന് അടി ഉയരത്തിൽ ഇറാന്റെ ആകാശത്ത് പറക്കുകയായിരുന്നു. അമേരിക്കൻ F-50 യുദ്ധവിമാന പൈലറ്റിന്റെ കണ്ണിൽ പതിഞ്ഞ ഈ കാഴ്ച ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിന്റെ വിമാനം തകർന്നു വീഴുന്നതിന് തൊട്ടു മുമ്പായിരുന്നു. ഇത് യുദ്ധത്തിന്റെ ആഘാതത്തിൽ കണ്ട ഒരു ഭ്രമമായിരുന്നു. അത് ഭാവിയിലെ വ്യോമയുദ്ധങ്ങളുടെ മുഖം മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഇറാന്റെ രഹസ്യ ജെല്ലിഫിഷ് ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ ആദ്യ ദൃശ്യമായിരുന്നു. ലോക സൈനിക സാങ്കേതിക വിദ്യയുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്ന അതീവ നിഗൂഢവും അതേസമയം ആശങ്കാജനകവുമായ ഒരു വെളിപ്പെടുത്തലാണ് അടുത്തിടെ അമേരിക്കൻ രഹസ്യാന്വേഷണ സമൂഹത്തെ പോലും ആശയക്കുഴപ്പത്തിലാഴ്ത്തിയിരിക്കുന്നത്. ഇറാനുമായുണ്ടായ സംഘർഷത്തിനിടെ വെടിയേറ്റ് തകർന്ന അമേരിക്കൻ F-50 യുദ്ധവിമാനത്തിലെ പൈലറ്റ് നൽകിയ സാക്ഷിമൊഴിയാണ് ഇപ്പോൾ സൈനിക ലോകത്തെ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നത്. പൈലറ്റിന്റെ മൊഴി പ്രകാരം ആകാശത്തെ നിരവധി ഇറാനിയൻ ഡ്രോണുകൾ ഒരുമിച്ച് പറക്കുകയായിരുന്നു. എന്നാൽ അവ സാധാരണ ഡ്രോൺ കൂട്ടങ്ങളായിരുന്നില്ല, മറിച്ച് ഒരു ജെല്ലി ഫിഷിനെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഒരൊറ്റ ജീവിയെ പോലെ അവ നീങ്ങുകയായിരുന്നു. വലിയ ഡ്രോണുകളുടെ താഴെ ചെറിയ ഡ്രോണുകൾ കാലുകൾ പോലെ തൂങ്ങിയ നിലയിലായിരുന്നുവെന്നും അവ അതീവ കൃത്യതയോടെ ഏകീകൃതമായി സഞ്ചരിച്ചുവെന്നും പൈലറ്റ് വിവരിക്കുന്നുണ്ട്. ഈ വിവരണം അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ പോലും അമ്പരപ്പിച്ചു കളഞ്ഞു. ചിലർ ഇതിനെ യഥാർത്ഥ അന്യഗ്രഹ ജീവിയെ പോലുള്ള കാഴ്ച എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ സംഭവത്തിന്റെ ഏറ്റവും കൗതുകമാർന്ന വശം, ഇത്തരമൊരു സാങ്കേതിക വിദ്യ ഇറാന്റെ കൈവശമുണ്ടെങ്കിൽ അത് നിലവിലെ വ്യോമയുദ്ധ സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ് എന്നത് തന്നെയാണ്. യുദ്ധവിമാനങ്ങൾക്കെതിരായ പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങൾ പ്രധാനമായി ഒറ്റ ഡ്രോണുകളെയോ ചെറിയ കൂട്ടങ്ങളെയോ നേരിടാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ പരസ്പരം ആശയവിനിമയം നടത്തി സ്വയം ഏകോപിക്കാൻ കഴിയുന്ന ഡ്രോണുകളുടെ ഒരു ജീവിച്ചിരിക്കുന്ന കൂട്ടം ആകാശത്ത് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അതിനെ നേരിടുക അതീവ ദുഷ്കരമായേക്കാം. സംഭവത്തിൽ അമേരിക്കൻ F-50 വിമാനം എങ്ങനെ തകർന്നുവെന്നത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. എങ്കിലും പ്രാഥമിക വിലയിരുത്തലുകൾ പ്രകാരം ഈ വിചിത്ര ഡ്രോൺ രൂപീകരണം അമേരിക്കൻ വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരിക്കാമെന്നാണ് ചില ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആധുനിക വ്യോമയുദ്ധ ചരിത്രത്തിൽ ഒരു നിർണായക വഴിത്തിരിവായിരിക്കും ഇത്. അതേസമയം പൈലറ്റിന്റെ മൊഴിയെക്കുറിച്ച് അമേരിക്കൻ ഇന്റലിജൻസ് സമൂഹത്തിനകത്ത് തന്നെ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുമുണ്ട്. യുദ്ധത്തിന്റെ അത്യന്തം സമ്മർദ്ദപൂർണമായ സാഹചര്യത്തിലൂടെയാണ് പൈലറ്റ് കടന്നുപോയത്. വിമാനം തകർന്നതിന്റെ ആഘാതവും മരണഭീതിയും അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തെ സ്വാധീനിച്ചിരിക്കാമെന്ന വാദം ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം കണ്ടത് അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയാണോ, പരീക്ഷണാടിസ്ഥാനത്തിൽ വിന്യസിച്ച ഒരു രഹസ്യ സംവിധാനമാണോ, അല്ലെങ്കിൽ മരുഭൂമിയിലെ ദൃശ്യവൈകല്യങ്ങളിൽ ഒന്നായിരുന്നോ എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്നിരുന്നാലും പൈലറ്റ് വിവരിച്ച സാങ്കേതിക വിദ്യയ്ക്ക് സൈനിക രംഗത്ത് വ്യക്തമായ ഒരു ശാസ്ത്രീയ അടിത്തറയുണ്ട്. അതാണ് വൺ ടു മെനി മെഷ്ഡ് നെറ്റ്വർക്കിംഗ് എന്ന ആശയം. ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഒരു ഓപ്പറേറ്റർക്ക് ഒരേ സമയം നിരവധി ഡ്രോണുകളെ നിയന്ത്രിക്കാനും ഡ്രോണുകൾക്ക് പരസ്പരം വിവരങ്ങൾ കൈമാറാനും സ്വയം തീരുമാനമെടുക്കാനും കഴിയും. ഒരു ഡ്രോൺ തകർന്നാലും ബാക്കിയുള്ളവയുടെ പ്രവർത്തനം തടസ്സപ്പെടില്ല. പകരം അവ സ്വയം പുതിയ രൂപീകരണം സൃഷ്ടിച്ച് ദൗത്യം തുടരാൻ പ്രാപ്തരാകും. ലോകത്തിലെ പ്രധാന സൈനിക ശക്തികളായ അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ വർഷങ്ങളായി ഡ്രോൺ സ്വാം സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ വൻ നിക്ഷേപങ്ങളാണ് നടത്തുന്നത്. നിരവധി റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനും റഷ്യയുടെ ചൈനയുടെയും സാങ്കേതിക സഹായത്തോടെ സ്വന്തം ഡ്രോൺ പദ്ധതികളെ ഗണ്യമായി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിച്ച ഇറാനിയൻ ഷഹിദ് ഡ്രോണുകൾ ഇതിനകം തന്നെ ലോകശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഉയരുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ ശരിയാണെങ്കിൽ ഇറാൻ വെറും ആക്രമണ ഡ്രോണുകളുടെ നിർമ്മാതാവ് മാത്രമല്ല, ഭാവിയിലെ കൃത്രിമ ബുദ്ധി അധിഷ്ഠിത സ്വാം യുദ്ധ സാങ്കേതിക വിദ്യയിലും മുന്നേറുകയാണെന്ന് സൂചിപ്പിക്കുന്നു. ഡ്രോൺ സ്വാം സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ ഭീഷണി അതിന്റെ ചെലവ് കുറവും നശിപ്പിക്കാൻ ആവശ്യമായ ഉയർന്ന പ്രതിരോധ ചെലവുമാണ്. ലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന മിസൈലുകൾ ഉപയോഗിച്ച് താരതമ്യേന കുറഞ്ഞ വിലയുള്ള ഡസൻ കണക്കിന് ഡ്രോണുകളെ തകർക്കേണ്ട സാഹചര്യം പ്രതിരോധ സേനകൾക്ക് വലിയ വെല്ലുവിളിയാകും. ഒരു കൂട്ടം ഡ്രോണുകൾക്ക് സ്വയം രൂപമാറ്റം വരുത്താനും ആക്രമണത്തിന്റെ ദിശ മാറ്റാനും ചില ഡ്രോണുകളെ ബലി നൽകി മറ്റുള്ളവയെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും കഴിഞ്ഞാൽ നിലവിലെ പ്രതിരോധ സംവിധാനങ്ങൾ പോലും അപര്യാപ്തമാകാം. ഇറാനുമായുള്ള പുതിയ നയതന്ത്ര ചർച്ചകൾ ആരംഭിക്കുന്ന ഈ ഘട്ടത്തിൽ പുറത്തുവന്ന ഈ വെളിപ്പെടുത്തൽ അമേരിക്കയ്ക്ക് അധിക സമ്മർദ്ദം സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം ആണവ പദ്ധതികൾക്ക് പുറമെ ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയും ഭാവി ചർച്ചകളിൽ പ്രധാന വിഷയമാകുമെന്ന സൂചനകൾ ശക്തമാണ്. ചുരുക്കത്തിൽ അമേരിക്കൻ F-50 യുദ്ധവിമാനത്തിലെ പൈലറ്റ് ആകാശത്ത് കണ്ടതായി പറയുന്ന ജെല്ലി ഫിഷ് ആകൃതിയിലുള്ള ആ നിഗൂഢ ഡ്രോൺ കൂട്ടങ്ങൾ പൂർണ്ണമായി യാഥാർത്ഥ്യമാണോ അതോ കടുത്ത യുദ്ധ സമ്മർദ്ദത്തിലുണ്ടായ ദൃശ്യഭ്രമമാണോ എന്ന ചോദ്യത്തിന്മേലുള്ള തർക്കങ്ങൾ ഇന്റലിജൻസ് വൃത്തങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ്. ഔദ്യോഗികമായി ഇതിനൊരു സ്ഥിരീകരണം നൽകാൻ അമേരിക്ക മടിക്കുമ്പോഴും ഒരു കാര്യം തർക്കമില്ലാതെ വ്യക്തമാണ്, ആഗോള വ്യോമ യുദ്ധങ്ങളുടെ ചരിത്രം ഇനി ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല.
പരമ്പരാഗത യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഉപയോഗിച്ച് അതിർത്തികൾ സംരക്ഷിച്ചിരുന്ന കാലം അതിവേഗം കടന്നു പോവുകയാണ്. കൃത്രിമ ബുദ്ധിയും അത്യാധുനിക അൽഗോരിതങ്ങളും നിയന്ത്രിക്കുന്ന ആയിരക്കണക്കിന് സ്വയംഭരണ ഡ്രോണുകൾ തമ്മിലുള്ള അദൃശ്യമായ ഏറ്റുമുട്ടലുകളായിരിക്കും ഇനി ഭാവിയുടെ പോരാട്ടവീര്യം നിശ്ചയിക്കുക.